കെ.സി വളരെ ക്ലിയർ ആയിട്ട് വിശദീകരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അന്നത്തെ പ്രസംഗങ്ങൾ വിശദീകരിക്കുന്നത് തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യമാണ്, ഇവിടുത്തെ ജന്മിമാരെ ചൂഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യമാണ്, അതിന് പരിഹാരങ്ങൾ ഉണ്ടാവണം. പക്ഷേ അതിന് പടച്ചോനും അതുമില്ല എന്ന് പറഞ്ഞൊരു ആശയത്തിൻ്റെ പുറകെ പോകല്ല വേണ്ടത്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ തനി ഭൗതികവാദമാണ്. അവർ നിങ്ങളോട് പറയണത് പട്ടിണിനെ കുറിച്ചാണ്, പക്ഷേ അവർക്ക് മതത്തിനെ കുറിച്ചൊരു വീക്ഷണമുണ്ട്, പടച്ചോനെ കുറിച്ചൊരു വീക്ഷണമുണ്ട്, അത് ഭൗതികവാദപരമാണ്. അതുകൊണ്ട് തന്നെ ആ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ ആ ഐഡിയോളജിയുടെ ബേസിൽ നിന്നാണ് ഇതിൻ്റെ എക്കണോമിക്സ് വരുന്നത്. അത് തന്നെ അത് നിങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോണില്ല. അവർ പറയണ ഈ സ്ഥിതി സമത്വം എന്ന് പറയുന്നത് ഒരു യുട്ടോപ്യൻ ആശയമാണ്. അതൊരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നില്ല. അതിൻ്റെ പരിഹാരം ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നൊരു തരത്തിലാണ്. പിന്നെ സോവിയറ്റ് യൂണിയൻ പാലും തേനും ഒഴുകുന്നു എന്നൊക്കെ പറയുന്നത് ഇവർ വെറുതെ പറയുന്നതാണ്. ഇതൊക്കെയാണ് കെ.സി എന്ന് പറയുന്നത്. അപ്പോൾ ആ കെ.സിനെ ആൾക്കാരെ മുന്നിൽ ടാർണിഷ് ചെയ്ത് കാണിക്കാൻ വേണ്ടി, കെ.സിൻ്റെ പ്രസംഗങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് ശരിക്കും ഈ നാടകം ഉണ്ടാവുന്നത്. അപ്പോൾ അത് സ്വരാജ് സൂചിപ്പിക്കണില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും. ഞാൻ പറയണത് ആ വിഷയങ്ങളൊക്കെ ഇപ്പം ചർച്ചയ്ക്ക് കൊണ്ടുവരിക എന്ന് പറയണത് ഒരു തെരഞ്ഞെടുപ്പിൽ ബോധപൂർവം ഒരു കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. കെ.സി എന്ന് പറഞ്ഞാൽ മലബാറിലുടനീളം ആദരിക്കപ്പെടുന്ന ഒരു മുസ്ലിം പണ്ഡിതനാണ്. നമ്മൾ മനസ്സിലാക്കണം. അത് അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളായിരുന്നു എന്നുള്ളതുകൊണ്ട് മുജാഹിദുകൾക്കിടയിൽ മാത്രമല്ല, അദ്ദേഹം മുസ്ലിം ലീഗുകാരനെ കൂടി ആയിരുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും, അതായത് ഇവിടുത്തെ സുന്നികളൊക്കെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളവർക്ക്, പ്രഭാഷകൻ എന്നുള്ളവർക്ക് ആ നിലയിൽ ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ വ്യക്തിഗത ഒരു നാടകത്തെ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചൊരു മതപണ്ഡിതനെ, വളരെ ഭക്തനായ സാത്വികനായ ഒരു സാധാരണ, ഞാൻ ഈ കെ.സിൻ്റെ വൈഫിനോടൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം, രാത്രിയൊക്കെ തഹജ്ജുദ് നിസ്കരിച്ച് അങ്ങനെ കരയുമായിരുന്നു കെ.സി. അത് കുറേ സമയം നിന്ന് നിസ്കരിച്ച് അങ്ങനെ കരഞ്ഞാണ് കെ.സി ഖുർആൻ ഓതുക. അങ്ങനത്തെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും അപൂർവങ്ങളിൽ അപൂർവതയാണ്. കാരണം രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണേ അതിന് വളരെ വ്യത്യസ്തനായ, വളരെ ഭക്തനായ ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ വ്യക്തിഹത്യ ചെയ്തൊരു നാടകം എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാൻ, അതായത് ഒരു മുസ്ലിം സാമുദായിക പരിസരത്ത് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്.